പ്രശസ്ത കവിതകൾ. സാഹിത്യ സ്നേഹികളായ എല്ലാവർക്കും നൽകുന്ന കവിതകളുടെ ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു കടക്കാൻ ഉദ്ദേശിക്കുന്നത്. മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ പ്രശസ്ത കവികളുടെ കവിതകൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. ആസ്വാദനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് വായനക്കാരനെയോ കേൾവിക്കാരനെയോ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു സാഹിത്യ രൂപമാണ്. മറ്റ് സാഹിത്യ രൂപങ്ങളെ അപേക്ഷിച്ച് കവിതയ്ക്ക് ആഴം കൂടുതലാണ് എന്ന് പറയും. അതായത് കേൾക്കുമ്പോൾ മാധുര്യം ഉണ്ടാകാം, ചില കവിതയിൽ മാധുര്യം ഉണ്ടാവാതിരിക്കാം. പക്ഷെ അതിൽ ആദ്യമായിട്ട് നമ്മുടെ കവിതയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് കരിപ്പുഴ ശ്രീകുമാർ എന്ന മലയാളത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു കവിതാ രീതിക്ക് രൂപം കൊടുത്ത മലയാള കവിയുടെ കവിതയാണ്. മാതൃഭാഷയുടെ മഹത്വത്തെപ്പറ്റിയും മറ്റ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുമൊക്കെ മലയാളത്തിൽ നമുക്ക് കവിതകൾ സംഭാവന ചെയ്ത അമ്മ മലയാളം എന്ന കവിത നമുക്ക് സംഭാവന ചെയ്ത കരിപ്പുഴ ശ്രീകുമാറിൻ്റെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും സമൂഹത്തെപ്പറ്റി പല ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യാറുള്ള കരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിതയോടെയാണ് ഇന്നത്തെ ഈ മനോഹരമായ സായാഹ്നത്തിലെ ഈ പ്രശസ്ത കവിത എന്ന ഈ പരിപാടി നമ്മൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വളരെ പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു കവിയാണ്. ജെസ്സി എന്നൊക്കെ തുടങ്ങിയ നിരവധി കവിതകൾ അവതരിപ്പിച്ച് വളരെ പ്രശസ്തിയുടെ കൊടിമുടിയേറിയ ഒരു കവിയാണ് കരിപ്പുഴ ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ നഗ്ന കവിതകൾ എന്ന് പറഞ്ഞ അത് ഏകദേശം ഒരു 19 ചെറിയ കവിതകളുടെ ഒരു സമാഹാരമാണ് നഗ്ന കവിത. അതാ ഉറുമ്പുകളുടെ മൗനജാഥ തുടങ്ങിക്കഴിഞ്ഞു. 3 ഡോക്ടർ ധർമാശുപത്രിയിലെ ഡോക്ടർ 3 ഗുളിക 3 നേരത്തേക്കാണ് ഗുളിക കൊടുത്തത്. ആ 3 ഗുളിക കൊടുക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞത് ആഹാരത്തിന് ശേഷം കഴിക്കണം. രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചൂടാതെ പോയി നീ, ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചോരൻ പനീർ പൂവുകൾ. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചോരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ, കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ. ചൂടാതെ പോയി നീ, അന്തമാം സംവത്സരങ്ങൾക്കുമക്കരെ, അന്തമിഴാത്തതാം ഓർമ്മകൾക്കക്കരെ, കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോമനെ. അന്തമാം സംവത്സരങ്ങൾക്കുമക്കരെ, അന്തമിഴാത്തതാം ഓർമ്മകൾക്കക്കരെ, കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോമനെ. ചൂടാതെ പോയി, ചൂടാതെ പോയി നീ. ദുഃഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണെനിക്കോമനെ. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണെനിക്കോമനെ. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ, എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ, നിന്ന സാന്നിധ്യം പകരുന്ന വേദന. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണെനിക്കോമനെ. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ, നിന്ന സാന്നിധ്യം പകരുന്ന വേദന.
തിരിയുവാൻ മാത്രം ഒന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വെച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? യുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവെച്ച മാധുര്യവും. മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. മുറതെറ്റിയെത്തുന്നു ശിശിരം, വിറകൊൽവൂ തരുനഗ്ന ശിഖരം. ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു. വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ കൊള്ളി മുഴുവനും എരിഞ്ഞു തീരുന്നു. സ്നേഹവുമൊക്കെ പ്രകടിപ്പിക്കുന്ന, ദൈവത്തോട് ആത്മാർത്ഥമായ അനുഭവവും പരാതിയും പറയുന്ന ഒരു കവിതാരൂപമാണ് അടുത്തതായി അവതരിപ്പിക്കാനുള്ളത്. സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ് അടുത്തത്. ഇന്ന് ഡിസംബർ 23 തീയതി സുഗതകുമാരി ടീച്ചറുടെ ചരമവാർഷികവും കൂടിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ആകസ്മികമായിട്ടാണെങ്കിലും സുഗതകുമാരി ടീച്ചറുടെ ചരമവാർഷികത്തോട് തൊട്ടടുത്ത അവധി ദിവസത്തിൽ നമ്മൾ ഈ സുഗതകുമാരി ടീച്ചറുടെ കവിത കേൾക്കാനുള്ള അവസരത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു. കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല എന്ന കവിതയുമായിട്ട് ഇന്നത്തെ ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ശ്രീമതി സ്വപ്ന ശ്രീകുമാർ. സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയധികം മനോഹരമായ കവിതകൾ കേട്ട് കഴിഞ്ഞിട്ട് എനിക്കെൻ്റെ കവിതയുടെ താളം ഞാൻ മറന്നു പോകുന്നു. എല്ലാവരോടും നന്ദി. നല്ല കവിതകളായിരുന്നു സെലക്ഷൻ. സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയാണ് ജയദീഷ് മാഷ് പറഞ്ഞ പോലെ ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഈ കവിത 1977 എഴുതപ്പെട്ടത്. വൃന്ദാവനത്തിലെ കൃഷ്ണന് ഇങ്ങനെ ഒരു അറിയാത്ത സഖി ഉണ്ടായിരിക്കില്ലേ എന്നൊരു ശങ്കയാണ് ഈ കവിത. അതാണ് എന്നെ ഈ കവിതയിലേക്ക് ആകർഷിച്ചത്. ഗോപികമാരെല്ലാവരും ഒന്നുകിൽ കൃഷ്ണന് അമ്മമാരായിരുന്നു, അല്ലെങ്കിൽ തോഴിമാരായിരുന്നു, കളിക്കൂട്ടുകാർ, കാമുകിമാർ. അവരെന്നും ആ ശ്യാമ സൗന്ദര്യത്തെ ചൂഴ്ന്നു വിളങ്ങിയിരുന്നു. പക്ഷേ അരികിൽ അണയാതെ അകലെ മാറി നിന്ന് പൂജിച്ചവൾ ഉണ്ടായിരുന്നു. ജീവിതാനന്ദം എന്ത് എന്നറിയാത്തവൾ. അവൾ കരുതി കൃഷ്ണന് അവളെ അറിയില്ല എന്ന്. കവിതയിലേക്ക് കടക്കാം. സുഗതകുമാരി ടീച്ചറുടെ വിയോഗം കോവിഡ് സമയത്തായിരുന്നു. ഇത്രയധികം കവിതയെ സ്നേഹിച്ച ടീച്ചർക്ക് എന്തേ ഇങ്ങനെ ഒരു തീരെ ആരും അറിയാതെ അവരുടെ മരണം പോലും അങ്ങനെ പോകണം എന്നായിരിക്കും ടീച്ചർ കരുതിയിരുന്നതെന്ന് ആണോ, അങ്ങനെ ആയിരുന്നു കരുതിയിരുന്നെന്ന് ഞാൻ പല പ്രാവശ്യവും ആലോചിച്ച് പോകാറുണ്ട്. ദൂരെ മാറി നിന്ന് എല്ലാവരും ദൂരെ മാറി നിന്നാണ് ടീച്ചറിനെ യാത്ര അയച്ചത്. അതൊരു വല്ലാത്തൊരു നിയോഗമായിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഈ പാരായണം ടീച്ചറുടെ പാദങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു.
അതിൽ തെറ്റും ശരിയും ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ ഞാൻ ആലപിക്കാം. ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. ഇവിടെ അമ്പാടി തൻ ഒരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇവിടെ അമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബളമാം പാവാടഞ്ഞുറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പീകെ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. ചപല കാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴികൂമ്പി വിറപൂണ്ട കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടക്കുഴൽ വിളിക്കുമ്പോൾ, കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടക്കുഴൽ വിളിക്കുമ്പോൾ, അണിയൽ മുഴുമിക്കാതെ പൊങ്ങി തിളച്ച പാലൊഴുകി മറിയുന്നതോർക്കാതെ, വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ, കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ, എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിൻചാരേ. കൃഷ്ണ നീ എന്നെ അറിയില്ല. അവരുടെ ചിലമ്പൊച്ച അകലെ മാഞ്ഞിടവേ മിഴിതാഴ്ത്തി ഞാൻ തിരികെ വന്നു. അവരുടെ ചിലമ്പൊച്ച അകലെ മാഞ്ഞിടവേ മിഴിതാഴ്ത്തി ഞാൻ തിരികെ വന്നു. എൻ്റെ ചെറുകുടിലിൽ 100,000 പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു. എൻ്റെ ചെറുകുടിലിൽ 100,000 പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു. കൃഷ്ണ നീ എന്നെ അറിയില്ല. നിപുണയാം തോഴി വന്നിൻ പ്രേമ ദുഃഖങ്ങൾ അവിടുത്തേക്കോതിയിട്ടില്ല. തരള വിപിനത്തിൽ
ലതാ നികുഞ്ചത്തിൽ വെൺമലരുകൾ മതിച്ചു വിടരുമ്പോൾ അകലെ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ചകിതയായി വാണിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല. ഒരു നൂറു വനകുസുമങ്ങൾ തൻ ധവള ലഹരിയൊഴുകും കുളിർനിലാവിൽ ഒരു നാളുമാ നീലവിരിമാറിൽ ഞാൻ എൻ്റെ തല ചായ്ച്ചോർ നിന്നിട്ടുമില്ല. ഒരു നാളുമാ നീലവിരിമാറിൽ ഞാൻ എൻ്റെ തല ചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല. ഒരു വസന്തമായി നിന്റെ കുഴൽ പോരു വസന്തമായി എന്നെന്റെ അന്തരംഗത്തിലല ചേർക്കേ ഞാൻ എൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നു. ഞാൻ എൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നു നാനന്ദ ഭാഷ്പം പൊഴിച്ചു. ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടെ അർച്ചിച്ചു. ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടെ അർച്ചിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല. കരയുന്നു ഗോകുലം മുഴുവനും കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിയെന്നത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങി ചുവന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. തിരുമിഴികൾ രണ്ടും കലങ്ങി ചുവന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ അറിയില്ല എങ്കിലും എന്നെ എങ്കിൽ നീ അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിൻ രഥമെന്റെ കുടിലിനു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. അറിയില്ല എന്നെ നീ എങ്കിലും
കൃഷ്ണ നിൻ രഥമെന്റെ കുടിലുന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരാ മിഴികളിൻ നീർക്കു ചായുന്നു. കരുണയാലാകെ തളർന്നുരാ ദിവ്യമാം സ്മിതമിനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ? കൃഷ്ണ നീ അറിയുമോ എന്നെ? നീ അറിയുമോ എന്നെ? വീണ്ടും വ്യത്യസ്തമായ ഒരു ഭാവതലമുള്ള കവിതയാണ് നമ്മൾ കേട്ടത്. സുഗതകുമാരി ടീച്ചർ 2020 ഡിസംബർ 23-ാം തീയതിയാണ് നിര്യാതയായത്. അതിനുശേഷം കാർഗർ കേരള സമാജം സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മ നിലനിർത്തുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിൽ നമ്മളിരിക്കുന്ന ഈ വേദിക്കരികെ ഈ ഉദ്യാനത്തിൽ ഒരു മരം നട്ടിട്ടുണ്ടായിരുന്നു. കാർഗർ കേരള സമാജത്തിൻ്റെ അന്നത്തെ സജീവ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുഗതകുമാരി ടീച്ചറുടെ ആഗ്രഹം എനിക്കൊരാൽമരം മതി എന്ന ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം എന്ന രീതിയിലാണ് അന്ന് കാർഗർ കേരള സമാജം അത്തരമൊരു സതുദ്യമത്തിന് മുതിർന്നത്. എന്തായാലും അത് ഈ ഒരു അവസരത്തിൽ ഓർമ്മയിൽ കൊണ്ടുവന്ന രജിത്തിനും സെക്രട്ടറി മനോജിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. എന്ന ഈ കവിതയുടെ ഒരു മറുപടി കവിത പിന്നീട് ഒരിക്കൽ അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുണ്ട്. അയ്യപ്പ പണിക്കരുടെ ഗോപികാ തണ്ടകം എന്ന കവിത ഒരർത്ഥത്തിൽ ഈ കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല എന്ന കവിതയുടെ മറുപടിയായിരുന്നു. അറിയുന്നു ഗോപികെ നിന്നെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗോപികാ തണ്ടകം എന്ന കവിത. മറ്റൊരവസരത്തിൽ നമുക്ക് ആ കവിത കേൾക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത കവിതയിലേക്ക് പോവുകയാണ്. അടുത്ത കവിത അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വളരെ പ്രബലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കവിതകളിൽ ഒന്നാണ് നമുക്കിനി അറിയാനുള്ളത്. നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന് എന്നും തണലായിട്ടുണ്ടാകും എന്ന് ഒന്നിലേറെ കവിതകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ച ഒരു കവിയാണ് ദിലീപ് വിജയൻ. ദിലീപ് വിജയന്റെ പ്രശസ്തമായ കവിതകളിൽ ഒന്നാണ് യാത്ര, എൻ്റെ അച്ഛൻ, കനൽ കെട്ട വഴികൾ മുതലായവ. അദ്ദേഹത്തിന്റെ നീ എന്ന കവിത നമുക്ക് വേണ്ടി ഇന്ന് ആലപിക്കുന്നത് ശ്രീ അജിത് കുമാർ. ശ്രീ അജിത് കുമാറിനെ വേദിയിലേക്ക്, അജിത് ലാലിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. കാർഗർ കേരള സമാജം പ്രാചീന കവിത്രയങ്ങൾ തുടങ്ങി ഇന്നത്തെ ആധുനിക കവികൾ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ് പ്രണയം. സ്വാഭാവികമായിട്ട് എനിക്കും. ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി, ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി. ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി, ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി. ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി, ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽ മരമായി. ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി, ഞാൻ നടന്ന വഴികളിലൊക്കെ
നീ എന്തിനു തണൽമരമായി. ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി. ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി. ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു. ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി. ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു. ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി. ഞാൻ ഉറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി. ഞാനിറുത്ത പനിനീർപ്പൂവിന് നീ എന്തിനു പരിമളമായി. ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി. ഞാനിറുത്ത പനിനീർപ്പൂവിന് നീ എന്തിനു പരിമളമായി. ഞാനിരുന്ന സായാഹ്നങ്ങളിൽ നീ എന്തിനു പ്രണയിനിയായി. ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി. ഞാനിരുന്ന സായാഹ്നങ്ങളിൽ നീ എന്തിനു പ്രണയിനിയായി. ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി. ഞാൻ കരഞ്ഞ രാവുകളിൽ നീ എന്തിനെൻമിഴിയായി. ഞാൻ കരഞ്ഞ രാവുകളിൽ നീ എന്തിനെൻമിഴിയായി. ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്നു ചൊല്ലിടൂ. ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്നു ചൊല്ലിടൂ. നീയൊന്നു ചൊല്ലിടൂ. സൗകുമാര്യം കൊണ്ടും മനോഹരമായ ഹൃദയത്തിൽ തങ്ങുന്ന ഒരു കാവ്യാലോപനമാണ് ശ്രീ അജിത് നിർവഹിച്ചത്. നന്ദി. കവിത യാത്ര തുടരുകയാണ്. കപട ലോകത്തിൽ ഒരു ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് എൻ പരാജയം എന്നെഴുതിയ ഒരു കവിയെ നമ്മൾ കഴിഞ്ഞ വായന ക്ലബിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയാണ് കഴിഞ്ഞ വായനാ ക്ലബിൽ നമ്മൾ വായനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ ശബ്ദമാധുരിയോടെ ആലപിക്കാവുന്ന കവിതകളുടെ രചയിതാവാണ് ചങ്ങമ്പുഴ. കൈരളിയെ രസിപ്പിച്ച രമണൻ ഇന്ത്യയിലും ലോകത്തിലെവിടെയുമുള്ള മലയാളിയുടെ പുസ്തക ശേഖരത്തിലുള്ള ഒരു കവിതയാണ്. കവിതയെ ഇത്ര ജനകീയമാക്കിയതിൽ വളരെ പങ്കുള്ള ഒരു കവിയാണ്, മലയാള കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിന്റെ ഭാവഗായകൻ എന്നറിയപ്പെട്ട ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിതയുമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കാവ്യ സദസ്സിൽ കാഞ്ചന ടീച്ചർ എത്തിയിട്ടുണ്ട്. കാഞ്ചന ടീച്ചറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാമത്തിന്റെ രോമാഞ്ചം ആരാമത്തിന്റെ രോമാഞ്ചം അപ്രമേയ വിലാസലോലയ സുപ്രഭാതത്തിൽ സുസ്മിതം പൂർവദിമുഖത്തിങ്കലൊക്കെയും പൂവിതളൊളി പൂശുമ്പോൾ നിദ്രയെന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാൽ മന്ദചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്ദിരാങ്കണ വീതിയിൽ. എത്തിയെങ്കാതിലപ്പോഴൊരു മുക്തസംഗീത കൺകളും ആരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം പച്ചപ്പുൽക്കൊടി കുഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതില്ലെന്തുകൊണ്ടെന്ന് മാനസം കവർന്നിലൊട്ടും അല്ലെങ്കിൽ ചിത്രമെങ്ങതാകാന കല്ലോലത്തിലലിഞ്ഞല്ലോ ഗാനമാലികെ വെൽഗ വെൽഗനി മാനസോല്ലാസദായികെ
ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം. പിന്നെയും മത തെന്നലിയിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്ദം. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം. നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകൂളമേ ധന്യനീ. തിന്മ തന്നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യനീ. പുഞ്ചിരി കൊള്ളും വാസന്ത ശ്രീനി പിഞ്ചു കൈയിലൊതുങ്ങിയോ. മാനവന്മാർക്കിൻ ചുറ്റുമായുടൻ മാലികൈക്കായി വന്നെത്തിടാം. ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം. മലീമസമാനസർ പോലും ഓമനെ നിന്നെ കാണുമ്പോൾ ഭൂതചിത്തരായി തീരുമാറുള്ളൂ ശക്തിനി നിർമ്മലേ. നിൽക്ക നിൽക്ക ഞാൻ കാണട്ടെ നിന്നെ നിഷ്കളങ്ക സൗന്ദര്യമേ. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം. ശ്രീ ജയപ്രകാശ് വാര്യർ, ശ്രീ ജയപ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മുഹമ്മദ് അമ്പായത്തിനെ പറ്റിയിട്ട് ചെറിയൊരു കവിതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ കവികളെല്ലാം ഒന്നുകിൽ ധിക്കാരികളാണ് അല്ലെങ്കിൽ സങ്കടം പറച്ചിലുകാരാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി തോന്നിയത് ഇപ്പോൾ ഈ ചങ്ങമ്പുഴയുടെ വരികളാണ്. എന്തായാലും ഇതും ഒരു സങ്കടം പറച്ചിലിൻ്റെ കവിത തന്നെയാണ്. നമ്മൾ പണ്ട് കണ്ട മലയാള നാട് ഇന്ന് ഇല്ല എന്ന് വിശ്വസിക്കുന്നു ശ്രീ മുഹമ്മദ് അമ്പായം. ഇനി അങ്ങനെ കാണാൻ ആഗ്രഹം കൂടി ഞാൻ ഈ കോണിൽ. അപ്പം ഞാൻ ആ കവിത ഒന്ന് ചൊല്ലാൻ ശ്രമിക്കാം. പണ്ടാട്ടിന് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിന് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. അന്നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. അന്നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണ് കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണി പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവായിരുന്നു. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോ
എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ അതോ വെറും ഒരു കനവായിരുന്നു? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിലെ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന നെല്ലിമരമൊന്നോലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതൊന്നു തിന്നുവാൻ മോഹം. സുഖമേറും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. നുകരുവാൻ ഇപ്പോഴും മോഹം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തെത്തുവാൻ മോഹം. താങ്ക് യു. പാരമ്പര്യത്തിൽ നമ്മുടെ അഭിമാനമായിട്ടും നമ്മുടെ അഹങ്കാരമായിട്ടും നമ്മൾ കരുതുന്ന ON വി കുറുപ്പ് സാറിൻ്റെ വരികളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് സുഗതകുമാരി ടീച്ചറിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ് ഒരിക്കൽ കൂടി. ബോധേശ്വരൻ എന്ന മലയാളത്തിലെ കവിയുടെ മകളാണ് സുഗതകുമാരി. അതായത് കേരള ഗാനം എന്നുള്ള പ്രശസ്തമായ കവിതയൊക്കെ എഴുതിയ ബോധേശ്വരൻ്റെ മകൾ കൂടിയായിട്ടുള്ള, വളരെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും മറ്റ് മാനവിക വശങ്ങളുടെ രചനയുടെയുമൊക്കെ കാര്യമായിട്ട് സംഭാവനകൾ നൽകിയ സുഗതകുമാരിയുടെ മറ്റൊരു കവിത ഒറ്റയ്ക്ക് എന്ന കവിത അവതരിപ്പിക്കുന്നത് അജിത ടീച്ചർ. ശ്രീമതി അജിത വത്സലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കവിത ചൊല്ലാനുള്ള ശ്രമം നടത്തുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത. ഈ കവിത ഒരു ഗദ്യരൂപത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, കുറ്റിരുട്ടിൽ കൊടുങ്കാട്ടിൽ എന്റേതാകും ഒറ്റ മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ, കാട്ടാളനെ ഭയം ചെറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കിതിലെ നടക്കാൻ പഠിച്ചു ഞാൻ, ശക്തമാം നിൻ വലം കയ്യിൽ പിടിക്കാതെ ദുർഘടമീ വഴിത്താരയിലൂടവേ ലക്ഷ്യമില്ലാതെ കുനിഞ്ഞ ശിരസ്സുമായി ഒറ്റയ്ക്കു പോകാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒപ്പം ചിരിച്ചുകൊണ്ടേറ്റു പാടാൻ കൂട്ടിനാരുമില്ലാതെ ആർക്കും വേണ്ടിയല്ലാതെ ഏതോ ബധിരത തൻ മുന്നിലേകമാം ശബ്ദമായി നിന്നു വിറയ്ക്കാത്ത കണ്ഠമാർന്നൊറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ അർദ്ധരാത്രിക്കു നടുങ്ങിയുണർന്നു നിൻ ഹസ്തമുപധാനമാക്കാതെ തോഴനാമൊറ്റയുറക്ക ഗുളികതൻ ചുംബനമുദ്ര എൻ ചുട്ട നെറുകയിലേറ്റുകൊണ്ട് ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ചുറ്റിലും രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ നിൻ പൊന്നു കയ്യാൽ ഒരിറ്റു ജലം നുകരാതെ നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ യാത്ര ചോദിക്കാതെ ഒറ്റയ്ക്കു വീണു മരിക്കാൻ
പഠിച്ചു ഞാൻ. രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ, നിൻ പൊന്നു കയ്യാൽ ഒരിറ്റു ജലം നുകരാതെ, നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ, യാത്ര ചോദിക്കാതെ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ. പ്രശസ്തമായ കവിതകൾ എഴുതി കവിയും എന്ന രീതിയിലും ഗാനരചയിതാവ് എന്ന രീതിയിലുമൊക്കെ പ്രശസ്തനായ പി കെ ബാലകൃഷ്ണൻ പി കെ ബാലചന്ദ്രൻ ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ കവിതയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിത ആലപിക്കുന്നത് ശ്രീ ബിജുവിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കവിത ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെയെല്ലാ മലകളും, ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, ഇവിടെ എന്നെൻ പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം, ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു കേൾപ്പതു പൃഥ്വി തന്നെ നിലവിളി, നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം, നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ? ചുട്ടെരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? നനവുകിനിയും മനസ്സുണർന്ന മണ്ണിലിനിയും ജീവിതം, നനവുകിനിയും മനസ്സുണർന്ന മണ്ണിലിനിയും ജീവിതം, ഒരുമയോടെ നമുക്ക് നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ, ഒരുമയോടെ നമുക്ക് നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? പെരിയ ഡാമുകൾ രമ്യഹർമ്മ്യം, അണുനിലയം യുദ്ധവും, ഇനി നമുക്ക് ഈ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം മധുമർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങണം, വികസനം മധുമർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങണം, വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം, വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?
ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? കവിതകളിൽ ദ്രാവിഡ പാരമ്പര്യങ്ങളുടെ ഒരുപാട് അടയാളങ്ങൾ കാണാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കവിതയാണ് അടുത്തത്. താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന വയലാറിന്റെ കവിത ആലപിക്കുന്നത് ജീന ബാബു. ജീനയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താടക എന്ന ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ബാൽഗുന സന്ധ്യയിൽ, വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ, പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ, സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമാർ നിന്നാൽ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചിടുന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി, താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകത്തിരുത്തിക്കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നി ദാനഭൂമിയിൽ യാഗപശുക്കളെ മേച്ച നാൾ. ദ്രാവിഡ രാജാതിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ. വിശ്വമാതൃത്വ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൻ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്തു ശ്രീരാമചന്ദ്രനുറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ ഏകയായി ദാശരഥിതൻ അരികത്ത് അനുരാഗപരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരയെത്തി കിടന്ന കാർക്കൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരയെത്തി കിടന്ന കാർക്കൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ.
അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർത്ഥസ്വപ്നാന്തർവികാരമുണരവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗ വിവശയായി താടക മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗ വിവശയായി താടക ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വപ്നസിംഹാസനം ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി കുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ ആദ്യമായി രാമന്റെ മന്മദാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം ആദ്യമായി രാമന്റെ മന്മദാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. താങ്ക് യു. വയലാർ, പി ഭാസ്കരൻ, ONV കുറുപ്പ് മുതലായ കവികളിലൊക്കെ മറ്റൊലി കവികൾ എന്നറിയപ്പെട്ടിട്ടുണ്ട്. കാരണം ശബ്ദ സൗകുമാര്യവും ഭാഷാ പദങ്ങളുടെ ഒട്ടേറെ പ്രയോഗങ്ങൾ കൊണ്ട് ചങ്ങമ്പുഴയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒക്കെ ഒരു മറ്റൊലി ഈ പി ഭാസ്കരൻ, വയലാർ, ONV കുറുപ്പ് രചനകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രചനകൾ കവിതയിൽ എന്നതുപോലെ തന്നെ ഗാനശാഖയിലും പ്രസിദ്ധമായി തീർന്നത്. അത്തരമൊരു രചനയുടെ വരികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് അയ്യപ്പ പണിക്കരുടെ കവിതയാണ്. ഇന്ന് അയ്യപ്പ പണിക്കരുടെ കവിത നമ്മൾ കേട്ടിട്ടില്ല. അയ്യപ്പ പണിക്കരും ONV കുറുപ്പ് സാറും തമ്മിലുള്ള ഒരു സാമ്യം, രണ്ടുപേരും ഇംഗ്ലീഷ് അധ്യാപകരാണ് എന്നുള്ളതാണ്. രണ്ടുപേരും ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് ആയിരുന്നു. പക്ഷേ രണ്ടുപേരും മലയാളത്തിലെ മികച്ച കവിതകൾ മലയാളത്തിൽ എഴുതിയ കവികളാണ്. അയ്യപ്പ പണിക്കരും ONV കുറുപ്പ് സാറും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലാണ് അവർ കവികൾ എന്ന രീതിയിൽ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. അയ്യപ്പ പണിക്കർ സാറുടെ കാടെവിടെ മക്കളെ എന്ന കവിത അവതരിപ്പിക്കുന്നത് ശ്രീ സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമകാലിക ദുഃഖങ്ങളെ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങുന്നവരാണ് കവികൾ. സമൂഹത്തിന്റെ ദുഃഖങ്ങളെ ആറ്റിക്കുറുക്കി എഴുതിയ വാചകങ്ങൾക്ക് ഈണവും ഭാവവും താളവും രാഗവും നൽകി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് കവിത. ഇതാണ് കവിയും കവിതയായിട്ടുള്ള വ്യത്യാസം. ഡോക്ടർ എസ് അയ്യപ്പ പണിക്കർ 1935 സെപ്റ്റംബർ 9 കാവാലം ആലപ്പുഴയിൽ നിർമ്മിച്ചു കുഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിലും ഫിലോസഫിയിലും PhD എടുത്തിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. 1971 അമേരിക്കയിലെ സെനറ്റ് ഹാൾ വെച്ച് നടന്നൊരു മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും നല്ല പോയറ്റിനായിട്ട് കിട്ടിയൊരു അവാർഡ് കൂടിയാണ്. എൻവിറോൺമെൻറ്റ് സോങ് എന്നുകൂടിയാണ് ഈ പറയുന്നത്. എല്ലാ വർഷവും ജൂലൈ 5 നമ്മൾ ഈ പാട്ടിൻ്റെ 4 വരി കേട്ടാണ് ഉറക്കമുണർന്ന് തിരിഞ്ഞേക്കുന്നത്. എങ്കിലും ആ പാട്ടിലൂടെ നമ്മൾ കാടെവിട മക്കളെ
മേടവിട മക്കളെ, കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടന്റെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടന്റെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടന്റെ മക്കളെ, പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടന്റെ മക്കളെ, ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടന്റെ മക്കളെ, ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടന്റെ മക്കളെ, പൂത്തിരികൾ കത്തിവന ഗജരാജ മതഗന്ധപൂരം പൊലിക്കുന്ന നാടവിട മക്കളെ, അരുമകളെ അടിമകളെ ആനകളെ മാനുകളെ അറുകളെ അറുക്കാത്ത നാടവിട മക്കളെ, മലനാട്ടിലുറയുന്ന വയനാട്ടിലുറയുന്ന ചുടുരക്ത കവനി നാടെവിടന്റെ മക്കളെ, വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടവിട മക്കളെ, കള്ളനാക്കില്ലാത്ത കൊള്ളിവാക്കില്ലാത്ത കള്ളപ്പറയില്ലാത്ത നാടവിട മക്കളെ, കള്ളനാക്കില്ലാത്ത കൊള്ളിവാക്കില്ലാത്ത കള്ളപ്പറയില്ലാത്ത നാടവിട മക്കളെ, പാലിൽ പഴത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്തൊരെന്റെ നാടെവിടന്റെ മക്കളെ, പാലിൽ പഴത്തിൽ മരുന്നിലും മന്ത്രത്തിൽ മായം കലർത്താത്തൊരെന്റെ നാടെവിടന്റെ മക്കളെ, യന്ത്രം കറക്കുന്ന തന്ത്രം ജപിക്കുന്ന മന്ത്രം ജപിക്കുന്ന മന്ത്രിമാരുളാത്ത കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത കുടിലിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുടലയുടെ വേദാന്ത പഴുമൊഴികൾ ഓതാത്ത തളരും മനുഷ്യന്റെ തലവട്ടി വിൽക്കാത്ത ഉദറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത കുശുകുശുമ്പില്ലാത്ത കൂടോത്രമില്ലാത്ത കരളുകൾ കരയാത്ത കണ്ണുനീരുറയാത്തൊരെന്റെ നാടെവിടന്റെ മക്കളെ, എന്റെ നാടെന്റെ നാട്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നു തെന്നോ ചുടുകണ്ണീർ, 4 മാസത്തിൻ മുൻപിലേറെ നാൾ കുതിച്ചിട്ട് ഈ ബാലമാകന്ദം പൂവിട്ടുണ്ണികൾ വിരിയവേ, അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടുന്നൊടി ചാഹ്ലാദിച്ചടുത്തെത്തി, ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുറുമ്പേനി, മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ, പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി, കൈതവം കാണാ കണ്ണുനീർ തടാകമായി, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപെഴും മലർക്കുലയറിഞ്ഞു വെറും മണ്ണിൽ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ, തുങ്കമാമീന ചൂടാൽ
തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി വാനവർ കാരുമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ തന്മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. പൂവാലൻ അണ്ണാർ കണ്ണ മാമ്പഴം തരികെന്നുൽ പൂവാലും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ഉതിരും മധുരങ്ങൾ ഓടിച്ചെന്നെടുക്കുന്നു. മുതിരും കോലാഹല മംഗളദാനത്തോടും പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു. മന്ദമാം ഏവം ചൊന്നാൻ ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം. വാസ്തവമറിയാതെ നീരസംഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞെ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാനില്ലേ? വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാനുകർന്നാലും തായതൻ നൈവേദ്യം നീ ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം. വാസ്തവമറിയാതെ നീരസംഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞെ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. നന്ദി ഈ വേദിയിൽ നമുക്ക് വേണ്ടി കവിത ആലപിച്ചതിന്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഒരിക്കൽ കൂടി വയലാറിൻ്റെ വരികളാണ്. ഒട്ടേറെ വിപ്ലവ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വയലാറിൻ്റെ ഒട്ടേറെ മാനസിക വികാരങ്ങളെപ്പറ്റി കവിതകൾ എഴുതിയിട്ടുള്ള വയലാറിൻ്റെ വളരെ തീവ്ര ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് അടുത്ത അവതരണം. വയലാറിൻ്റെ ആത്മാവിൽ ഒരു ചിത എന്ന കവിത അവതരിപ്പിക്കുന്നത് ശോഭാ പ്രദീപ്. ആത്മാവിൽ ഒരു ചിത. ശോഭാ പ്രദീപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാനാ നിഴലുകൾ മാതിരി. ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ? വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണു
പോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടും പിതുമ്പി ഞാനെൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നെടുവീർപ്പിടുന്നതെങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല. അച്ഛൻ ഇന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ, എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ. പച്ചപ്പിലാവിലെ തൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി പതുക്കെ എൻ മാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീർ അയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇന്നുണരാത്തതെന്ന് എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നയാൾ നിന്നകം പിന്നെ പറഞ്ഞു മറുപടി. ഏതാണ്ട് മകണമാണെന്നച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്ന് ശാസിച്ചുപോയി. ആലപ്പുഴയ്ക്കു പോയെന്നു കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതെപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ അച്ഛനെനിക്കോരഞ്ചു കൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിച്ചതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണ് അമ്മ കരയുന്നതിപ്പോഴും? ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോ, ആരാണോ കളഞ്ഞതൻ കളിപ്പമ്പരം? കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി, കുട്ടനെ ഇട്ടേച്ചു പോയതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണെന്നുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളൂ, നിന്നച്ഛൻ മരിച്ചു പോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് പുറപ്പിച്ചിതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ, ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി. തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ. ഒന്നും മനസ്സിലായില്ല എനിക്കപ്പോഴും. ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ. ആ രംഗം ഇപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എന്നന്തരാത്മാവിനുള്ളിലെത്തി വെച്ചിന്നുമെന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ. വെറും 37 വർഷത്തിനുള്ളിൽ അദ്ദേഹം പലതും നമ്മൾക്ക് വേണ്ടി ഇവിടെ ഇട്ടേച്ചു പോയി. അത് ഇന്നും നമ്മളത് മൂളുന്ന ചില വരികളാണ്. അപ്പോൾ അതിലെ ഒരു കുറച്ച് വരികളാണ് ഞാൻ എല്ലാം ഉദ്ദേശിക്കുന്നത്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. എല്ലാവർക്കും കൂടെ ചെല്ലാണ്ടോ? കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആവന വീതികളി വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും. ഇപ്പോൾ അവിടുത്തെ മാമരങ്ങൾ
പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും പുഷ്പനികുഞ്ചങ്ങളാകമാനം തൽപതലങ്ങൾ വിരിച്ചിരിക്കും കൊച്ചു പൂഞ്ചോലകൾ വെണ്ണുറയാൽ പൊട്ടിച്ചിരിക്കുകയായിരിക്കും. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെങ്ങു കൊണ്ടുപോകൂ. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെങ്ങു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളി. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളി. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇതില് ഏറ്റവും ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാമശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാമശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൽകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ. കണ്ടതാണീ കുതിരയെ കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ. എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണതിൻ കുളമ്പുകൾ. ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളം വടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളം വടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരീ ചെമ്പൻ കുതിരയെ. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരീ ചെമ്പൻ കുതിരയെ. പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമാതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിയിൽ ഇതിനെ തളയ്ക്കുവാൻ. ആഗമാതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിയിൽ ഇതിനെ തളയ്ക്കുവാൻ.
എൻ്റെ പൂർവികർ അശ്വാഹൃദയജ്ഞർ, എൻ്റെ പൂർവികർ വിശ്വാവിജയികൾ, എൻ്റെ പൂർവികർ അശ്വാഹൃദയജ്ഞർ, എൻ്റെ പൂർവികർ വിശ്വാവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്തന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. മണ്ണിൽ നിന്നും പിറന്നവർ, മണ്ണിൽ നിന്നും പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാളീ കുതിരയെ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാളീ കുതിരയെ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെൻ്റെ ചൈതന്യവീജികൾ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെൻ്റെ ചൈതന്യവീജികൾ. ഈശ്വരനല്ല മാതൃകനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെൻ്റെ ചൈതന്യവീജികൾ. ഈശ്വരനല്ല മാതൃകനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. നന്ദി. എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും പഞ്ചായത്ത് അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രുചികരമായ ഭക്ഷണം കഴിക്കുകയും ഒരു സായാഹ്നം മുഴുവൻ അദ്ദേഹത്തിലൂടെ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നത്തെ കാലത്തെ മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള ഒരു കവിതയാണ്. ഖേദപൂർവ്വം കപട സ്നേഹിത നിന്നോട് ജീവിത വ്യതകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. തെരുവിൽ വെച്ചു നീ കാണുമ്പോഴൊക്കെയും കുശലമെയ്യുന്നു, മുൻവരി പല്ലിനാൽ ചിരിവിരിക്കുന്നു. ഈശയിൽ കൈയിട്ട് കുരുതി ചെയ്യുവാൻ ആയുധം തേടുന്നു. പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി, പല നിലങ്ങളിൽ നിൻ എരിഞ്ഞിൽ കൃഷി. മധുരമാകർഷകം മന്ദഹാസവും കരുണ മൂടിയ കൺകെട്ടു വിദ്യയും സുഖതമാത്മപ്രകാശനം നാടകക്കളരി തോൽക്കുന്ന ഭാഷയും ഭാവവും. കപട സ്നേഹിത നിന്നോട് വാസ്തവ കവിത ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. വളരെ നാളായി കൊതിക്കുന്നു ഞാൻ നാട്ടു പുളിമരങ്ങളെ പൂക്കുക പൂക്കുക. കൊടികൾ കായ്ക്കും കവുങ്ങുകൾ പൂക്കുക, തൊടികൾ ചൂടും കിനാക്കളെ പൂക്കുക. വിഫലമാകുന്ന വിശ്വാസധാരകൾ പതിയെ നിൽക്കുന്നു പ്രാർത്ഥനാഗീതികൾ. മുളകൾ പൂക്കുന്ന കാലം മനസ്സിലും മുലകൾ കൊണ്ടു പഴുക്കുന്ന വേദന. നിലവിളിക്കുന്നു ഞാൻ തീവ്ര ദുഃഖങ്ങൾ അലറിയെത്തി കഴുത്തിൽ കടിക്കുന്നു. തടവ് പാളയം ജന്മഗ്രഹം മതിൽ പഴുതിലൂടെ ഞാൻ രക്ഷപ്പെട്ടോടുന്നു. ഒരു സുഹൃത്തിന്റെ സാന്ത്വന ഛായയിൽ മുറിവ് നീറുന്നവരെന്നെ കിടത്തുന്നു. ഒരു വശം മാത്രം ഈ കാഴ്ച, അപ്പോഴും അതിരഹസ്യമായി പൊട്ടിച്ചിരിച്ചു നീ. കപട സ്നേഹിത നിൻ വ്യാജ സൗഹൃദ കഥകിൽ മുട്ടി പരാജയപ്പെട്ടു ഞാൻ. മറുപുറത്തൊരാൾ നിൽക്കും എല്ലായ്പ്പോഴും ഹൃദയഹസ്തങ്ങൾ നീട്ടി രക്ഷിക്കുവാൻ. മറുപുറം ധ്രുവദൂരം വിരൽത്തുമ്പിന് അഭയമേകുവാനാവാത്ത കൗതുകം. പുകമറയ്ക്ക് പിന്നാമ്പുറം നിന്നു നീ നുണയൊഴിച്ചു കൊടുത്തും കുടിച്ചും പക പതപ്പിക്കുകയായിരുന്നു എപ്പോഴും പ്രിയ സഖാവായി മനസ്സിലാക്കാതെ നീ. ഒരു വിളിപ്പാടിനപ്പുറം നീ എന്നെ അവഗണിക്കെ സഹിക്കാൻ പഠിച്ചു ഞാൻ. ഒരു നഖപ്പാടിനപ്പുറം നീ എന്നെ അവമതിക്കെ ക്ഷമിച്ചു ശീലിച്ചു ഞാൻ. കപട സ്നേഹിത ഗൗരവാലിംഗന ചതിയിൽ ഞാൻ കാരുരുമ്പിന്റെ വിഗ്രഹം. തുടലി മുൾക്കാട് തിങ്ങിയ ലൗകിക കൊതികൾ വിങ്ങുന്ന വേനൽ കടൽക്കരെ ഇരകൾ എണ്ണി ചുടുന്ന വിശപ്പുമായി മണലു തിന്നുന്ന മക്കളെ കണ്ടു ഞാൻ. ശുഭിതനായിട്ട് സഞ്ചരിക്കേ സ്നേഹം മൊഴികൾ ഊതി നിറച്ച ബലൂണുമായി. മിഴികളിൽ മൃഗാസക്തിയോടെത്തി നീ നഗര രാഗങ്ങൾ വിസ്തരിച്ചിടവേ. കപട സ്നേഹിത നിന്റെ തേൻ വാക്കുകൾ കുളിരു പെയ്തൻ രഹസ്യ രോമങ്ങളിൽ. ഒരു മുഖം മാത്രമുള്ള ഞാനും 100 മുഖപടങ്ങൾ തൻ ജന്മിയാം നീയുമായി. അകലമേറെയുണ്ട് ആവശ്യമില്ല എനിക്ക് അഴക് തുന്നിയ നിൻ കൊള്ളവാക്കുകൾ. വഴി നമുക്ക് 2 ഓർക്കുക, ജീവിത വ്യഥകൾ നീയുമായി പങ്കുവെക്കയില്ല ഇനി. കപട സ്നേഹിത നിൻ നാട്യ വൈഭവം കവിത ചൊല്ലി തിരസ്കരിക്കുന്നു ഞാൻ. നന്ദി. കാർഗിൽ കേരള സമാജത്തിൻ്റെ പ്രശസ്ത കവിതകൾ. ശരിക്കും ഞാനിവിടെ
ഇന്ന് വന്നപ്പോൾ ഈ കവിതകളെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു, നമ്മളൊന്നും പഠിച്ചില്ലായിരുന്നു. പക്ഷേ ഒരു 1985-86 കാലഘട്ടത്തിൽ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്ക് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അന്ന് അവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ഹെഡ് വാൻവി സാറായിരുന്നു. അതുപോലെ ഞാനൊന്ന് പഠിച്ചിരിക്കുമ്പോൾ എന്നെ ഇംഗ്ലീഷ് പോയട്രി പഠിപ്പിച്ചത് വിഷ്ണുനാരായണ നമ്പൂരി സാറായിരുന്നു. അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഞങ്ങൾ പഠിച്ചത് മുഖമെവിടെ ഞാൻ പകച്ചു ചോദിപ്പോ മുനി പോൽ മോഹനായി ചങ്ങാതി പനയന്നാൾ കാവിലെഴുന്നള്ളത്തിൻ്റെ പടമെന്നോർത്തിയാൾ വരച്ച ചിത്രത്തിൽ കൂടുതൽ ഞാൻ പറയണ്ട, ഒരു കവിത പഠിച്ചതാണ്. പക്ഷേ ഇന്ന് നേരത്തെ പറഞ്ഞ പറഞ്ഞു അയ്യപ്പ മണിക്കർ എൻ്റെ വാൻവി സാറ്, അതുപോലെ തന്നെയാണ് വിഷ്ണുനാരായണ നമ്പൂരി സാറും. അന്നൊരു വലിയൊരു ഭാഗ്യമായിരുന്നു ശരിക്കും. കാരണം നമ്മളെ ഇംഗ്ലീഷിലെ പോയട്രി പഠിപ്പിക്കുന്ന ഒരു ഭാഷ കവിത നമ്മളന്ന് പഠിക്കുവാണ് മലയാളത്തിൽ. അന്ന് അവിടെ പഠിപ്പിച്ച മാഷ് ചോദിക്കണോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ ചോദിച്ചോളൂ, അദ്ദേഹം പറയുകയാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയതാണ്. എനിവേ എന്നിൽ ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യം ഒരു നന്ദി പ്രകടനമാണ്. സൗണ്ട് വളരെ മോശമാണ് എങ്കിലും പറയാം. ഇന്ന് ഈ പ്രശസ്ത കവിത ചൊല്ലാൻ ഇവിടെ വിജയകരമായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും, എല്ലാ മാന്യ വ്യക്തികളും കാർഗിൽ കേരള സമാജത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ശരിക്കും ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല. ശരിക്ക് നന്ദി ഇവിടെ ജഗദീഷ് സാർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യമായി നന്ദി പറയുന്നത്. കാരണം ഇങ്ങനെയൊരു മഹത്തായ പ്രോഗ്രാം നടത്താൻ വേണ്ടി അദ്ദേഹം എടുത്ത മുൻകൈക്ക് അദ്ദേഹത്തിന് ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അദ്ദേഹം നടത്തി. അതുപോലെ ഇന്ന് ഇവിടെ ഈ പരിപാടി വിജയത്തരമായി വന്ന് നിങ്ങളൊക്കെ ആസ്വദിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേരള സമാജത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.